സ്വന്തം കുടുംബാംഗങ്ങൾ തന്നെ ഒന്നും രണ്ടും പറഞ്ഞു മറിച്ചവർ, കുറ്റം പറഞ്ഞു മറിച്ചവർ, എന്നും പ്രാഗിയും ശപിച്ചും മറിച്ചവർ, വലത്തുകാലി വെച്ച് കയറിച്ചെന്ന വീട്ടിൽ നിർത്തത്തില്ലെന്ന് വാദിച്ച് അന്ധകാര ശക്തികളുടെ പ്രേരണയിൽ ഏറ്റവും ചേർത്ത് നിർത്തുന്നവർ തള്ളി മറച്ചിട്ട ചിലരെ ഞാൻ വെളിപ്പാടിൽ കണ്ടുകൊണ്ട് പറയാം, നിന്നെ നിവർത്താൻ ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ അവന്റെ വലം കയ്യിൽ കയറി പിടിച്ചോണ്ട് പറ, എനിക്കാരുമില്ല കർത്താവേ, ഞാൻ ഇവിടെ വീണുപോയി, എന്നെ എല്ലാരും കൂടി മറിച്ചിട്ടു, എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിയുന്നില്ല. നിങ്ങൾ ആത്മാവിൽ കാണു സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം ഒരു വചന ശുശ്രൂഷയേക്കാൾ അപ്പുറം സ്വർഗം നിങ്ങളെ പിടിച്ചുയർത്തുന്നത് നിങ്ങൾ ആത്മാവിൽ കാണ്. കർത്താവിനോട് പറ, ഏറ്റവും ചേർത്ത് നിർത്തേണ്ടവരാണ് എന്നെ തള്ളി മറച്ചത്. എന്നോട് കുറ്റം കുറ്റം മാത്രം പറഞ്ഞ് എന്നെ ഒരു ധാർഷ്ട്യത്തോടെ ഇടപെട്ട് എൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ ഓജസ്സും തേജസ്സും സൗന്ദര്യവും എൻ്റെ കഴിവും ഇതെല്ലാം തകർത്ത് കളഞ്ഞത്, എൻ്റെ കുഞ്ഞിനെ ചതച്ച് വരച്ച് വീഴിച്ചു കളഞ്ഞത്, ഇന്ന് മുഖത്തേക്ക് നോക്കുമ്പോൾ കണ്ണുനീരേ ഉള്ളൂ. ആ പരുവത്തിന് വീഴിച്ചത് മറിച്ചത് ഇവിടത്തെ ചില അഹങ്കാര ശക്തികളാണ്, ചില അന്ധകാര വ്യാപാരങ്ങളാണ്. എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞില്ല, പക്ഷേ മറിഞ്ഞത് എങ്ങനാന്ന് തപ്പാനല്ല ഈ യോഗം വെച്ചത്, മറിച്ചത് ആരാന്ന് തേടാനുമല്ല, മറിച്ചത് നിവർത്തുന്ന ഒരുവൻ, മറിഞ്ഞു പോയവരെ നിവർത്തുന്ന ഒരുവനെ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിക്കാനാണ് ഈ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നത്. യേശുവിൻ്റെ നാമത്തിൽ ജയിക്കാവുന്നവർ ജയിച്ചു, നേടാവുന്നവർ നേടിക്കോ, നിവരാവുന്നവർ നിവർന്നു. നിങ്ങളുടെ മോനെ മറിച്ചത് ഏത് ശക്തിയാണോ അവിടെ ചെന്ന് ദൈവത്തിൻ്റെ വചനം അവനെ നിവർത്തട്ടെ. അവൻ മടുത്തു, ഡാഡി മടുത്തു, ജീവിക്കണമെന്നില്ല, ഇനി എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവന്റെ പേര് പറഞ്ഞ ആത്മാവിൽ പറ, അവനെ മറിച്ചതാണപ്പാ, തള്ളിയിട്ടതാണ്, അവനെ ഒന്ന് നിവർത്തിയേ മതിയാകൂ.